പുത്തഞ്ചേരി സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മികച്ച കുറച്ചധികം പാട്ടുകൾ. അതിലെടുത്തു പറയേണ്ടത് നിങ്ങളുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായിട്ടുള്ള പാട്ടാണ് കരിമഴിക്കുരുവിയെ കണ്ടില്ല എന്ന് പറയുന്ന പാട്ട്. ഓർമ്മകളുണ്ടോ? അതിൻ്റെ റെക്കോർഡിംഗ് സെഷനാണോ കാണുന്നത്? അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? എപ്പോഴായിരുന്നു? ഗിരീഷേട്ടനെ കാണുന്നത് അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ്. വിദ്യാജിയും ഗിരീഷേട്ടനും എൻ്റെ സുബൈർ, സുധീഷ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധാരണ പോലെ തന്നെ വിദ്യാജി വിളിച്ചപ്പോൾ നമ്മൾ പോകുന്നു, പാടുന്നു. അത് കോറസ് ആയാലും ട്രാക്കായാലും എന്തായാലും നമ്മൾ പാടുന്നു പോരുന്നു എന്നുള്ളതല്ലാണ്ട് അത് വേറെ ഒന്നും ചോദിക്കാറുമില്ല. അപ്പോൾ ഇത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദാലുവേട്ടൻ വന്ന് പറഞ്ഞു, ഇടാ ഇത് നിൻ്റെ ട്രാക്കൊന്നുമല്ല, ഇത് നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാട്ട്, നന്നായിട്ട് പാടിക്കൂ എന്ന് പറഞ്ഞു. വിദ്യാജി എന്ന് പറഞ്ഞു, നിൻ്റെ നല്ലൊരു പാട്ടാണ്, നിൻ്റെ കരിയറിൽ ഏറ്റവും ബ്രേക്ക് ആവാൻ ചാൻസ് ഉള്ളൊരു പാട്ടാണ്, നീ എത്ര പാട്ട് പാടിയാലും ഈ ഒരു പാട്ടിൻ്റെ പേരിലായിരിക്കും നീ അറിയപ്പെടുന്നതെന്ന് അന്ന് പുള്ളി ഇത്രയും പേര് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഇത് എന്താ സംഭവിക്കാൻ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇത്രയും എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാടാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഈശ്വരന്മാരൊക്കെ വിളിച്ച് പാടി അതങ്ങനെ ഏറ്റവും ഹിറ്റ്, ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയ ആദ്യത്തെ ഒരു ഹിറ്റ് സോങ് ഏറ്റവും ഹിറ്റായി അത് മാറി. അതിന് ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കണം. ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ സുജാ ചേച്ചി ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് പാട്ടും ഈണവും, വരികളും ഈണവും, ഇത് രണ്ടും. ഇപ്പം വർത്തമാന കാലത്തിൽ ഏറ്റവും പുതിയത് നമുക്ക് പലരും ഡു വാച്ച് മൈ സോങ് എന്ന് പറഞ്ഞ ലിങ്ക് അയച്ചു തരുന്നത്. പാട്ടിനോടൊപ്പം വാച്ച് എന്നുള്ള വാക്ക് ചേർത്തിട്ട് ആണ് വിഷ്വലോട് കൂടി ഇത് വരുന്നത്. അല്ലാതെ ഈ കേൾക്കുക എന്ന് പറയുന്ന സാധനം നമ്മുടെ സംസാരത്തിൽ നിന്ന് പോയിട്ട് വാച്ച് അയച്ചിരുന്ന സമയത്താണ്. അപ്പം നിങ്ങൾ ഈ കോമ്പിനേഷനിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ ചേട്ടൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, വരികൾക്ക് അടിവര ഇടുന്നതായിരിക്കണം സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? അല്ല, പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പല രീതിയിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. നമ്മൾ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എന്ന് പറയുന്ന ഒരു ചിന്തയെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു സംഗീത ചിന്തയെ ജനിപ്പിക്കുന്നതാണ് അതിൻ്റെ ട്യൂൺ എന്ന് പറയാം. ഒരു പാട്ടെന്ന് പറയുന്നത് ചിന്തയും ചിന്താധാരകൾ രണ്ട് രീതിയിൽ അത് ഒന്നിച്ചു വരുന്നതാണ് പാട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഗുരുക്കന്മാരുടെയും എനിക്ക് കിട്ടിയതുകൊണ്ട്, ദേവര മാസ്റ്ററുടെയും MBS സാറിൻ്റെയും ഒക്കെ. അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. പണ്ട് വരി ആദ്യം എഴുതിയിട്ട് പിന്നെ ട്യൂണായിരുന്നു, പിന്നെയാണ് ട്യൂണും വരിയായിട്ട് മാറിയത്. അപ്പോൾ ആ ഓർഡറിൽ ആദ്യം ഉണ്ടായത് വരിയാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ പാട്ടുകൾ ഗിരീഷേട്ടനുമായിട്ട് പ്രത്യേകിച്ചും ഒരിക്കലും ഇത് ഏതാണ് ആദ്യം ഉണ്ടാവണമെന്ന് അറിയാത്ത പോലെയായിരുന്നു. അതൊരു വലിയൊരു സുഖമായിരുന്നു. സുഖം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. കണ്ണു നട്ട് കാത്തിരുന്നിട്ടും ഇരുന്നും പറഞ്ഞും ഒപ്പമാണ്, മിണ്ടിയും പറഞ്ഞു, ഒപ്പം ഓടിയെത്തുകയാണ്. ഒപ്പം രണ്ടുപേരും ഒപ്പമാണ്. അവിടെയാണ് കമൽ സാർ പറയുന്ന കാര്യം പ്രസക്തമാവുന്നത്. കോമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും കൂടെ ഉള്ള ഒരു ആഘോഷമാകുമ്പോഴത്തേക്കും ആ പാട്ടിന് പ്രത്യേകമായിട്ടുള്ള ഒരു തിളക്കം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഒരുപാട് ഗിരീഷേട്ടനുമായിട്ട് അനുഭവിക്കാൻ പറ്റി. ഇതിനിടയിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ, അതിന് ഈ പുട്ടിന്റെ മേമ്പൊടി എന്ന് പറഞ്ഞ പോലെ. ഏതെങ്കിലും പാട്ട് ഗിരീഷ് എഴുതിയിട്ട് എനിക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ വഴക്കിട്ട് പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കീറിക്കളഞ്ഞിട്ടൊക്കെ ഉണ്ട്, ശരിയാവില്ലാന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് കൂടും. ഇതൊക്കെ ഉണ്ടാവും എല്ലാം. പിന്നെ ഗിരീഷേട്ടന് ഭയങ്കര രസകരമായ വേറെ കാര്യങ്ങളുണ്ട്. അതായത് ലോയിസ് സാർ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനിടയിൽ ഗിരീഷേട്ടൻ എന്നോട് ചോദിക്കുന്നു, എടാ ഒരു 101 രൂപ നിന്റെ കയ്യിലുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ 100 രൂപയുണ്ട്, 1 രൂപ ഇല്ല. അപ്പൊ ഞാൻ 100 രൂപ കൊടുത്തു. ശരി. ഉടനെ ഗിരീഷേട്ടൻ നേരെ ലോയി സാറിന്റെ കാൽക്കൽ വീഴുന്നു. അങ്ങയുടെ അടുത്ത പടത്തിൽ എനിക്ക് അങ്ങയുടെ സംവിധാന സഹായിയാകണം, എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടി രാജസേന ചേട്ടനുമായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അപ്പോഴും എന്നോട് ചോദിച്ചു, 101 രൂപ ഉണ്ടോ? അതല്ല, ആ ഒരു നിഷ്കളങ്കത കേട്ടാ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗിരീഷ് കുറെ പേനയും കൊണ്ട് കിടക്കും, എപ്പോഴും അറിയാലോ, കുറേ പേന ഉണ്ടാവും. അപ്പോൾ എന്നോട് ആദ്യത്തെ പടത്തിന് വന്നപ്പോൾ തന്നെ പറഞ്ഞാണ്, ഞാൻ ഓരോ സംവിധായകർക്കും വേണ്ടിയിട്ട് ഓരോ പേന കൊണ്ട് കിടക്കുന്നുണ്ട്. അതിനോരോ അർത്ഥങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരം പാട്ടായിരിക്കും എന്നിൽ നിന്ന് ഉദ്ദേശിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ്. ഈ പേന കൊണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കവിത ഉണ്ടാവും. ഈ പേനോട് എഴുതി കഴിഞ്ഞാൽ ഒരു ഒച്ച ബഹളം ഓരോ പേനകൾ ഇങ്ങനെ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പേനകളൊക്കെ മാറ്റി വെച്ചു, എനിക്ക് ഈ കവിത ഉള്ള പേന മതി. ഇനി എന്റെ പടങ്ങളിൽ പാട്ട് എഴുതാൻ വരും, ഈ കവിത ഉള്ള പേന മാത്രം കൊണ്ടുവരാൻ.
അങ്ങനെയൊക്കെയുള്ള ചില തമാശകളുണ്ട് ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലിറിസിസ്റ്റിനെ പറയുമ്പോൾ ഈ പദധാരാളിത്തം, ഇയാൾക്ക് കുറെ പദങ്ങൾ അറിയാം എന്ന് പറയുന്നത് ഒന്ന്. മറ്റൊന്ന് പദം ഉണ്ടാക്കലാണ്. അതെ. നമ്മൾ ഇപ്പം സമൂഹത്തിലോ സാഹിത്യത്തിലോ വർത്തമാനത്തിലോ ഒന്നും താരതമ്യേന ആരും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക്, കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് പോലെ ഇണക്കി ചേർത്തിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുക എന്നല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഇതിലേക്ക്, അതായത് ഇപ്പം കരിമിഴിക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവി കേരളത്തിലില്ലാട്ടോ. എനിക്ക് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട്. കാരണം എന്റെ പേരിനേക്കാളും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഒരു വിഷയം വിളിക്കുന്നത് ഇത് കരിമിഴിക്കുരുവി എന്ന് ചോദിക്കാം. കാര്യം ചേച്ചി ഞങ്ങളുടെ പാടിയതാണെങ്കിലും അങ്ങനെ ഒരു പേരും കൂടെ ഗിരീഷേട്ടൻ മുഖേന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കരിമിഴിക്കുരുവി ഫെയിം. അതെ, അങ്ങനെ അങ്ങനെ പറയുമല്ലോ. അപ്പം അതെ. ഈ ഒരുമിക്ക പക്ഷികളുടെയും കണ്ണ് കറുത്ത് തന്നെയാണ്. അങ്ങനെ കരിമിഴിക്കുരുവി എന്നൊരു കുരുവി ഉണ്ടെങ്കിലും ഉണ്ടാവും കേട്ടോ. ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ അടുത്ത് ജനകീയമാക്കുകയാണ് ഈ ഇതുപോലൊരു വാക്കുകള്. അതായത് ഒരു പാട്ടുകളില് എനിക്ക് തോന്നുന്നു കുരുവി കിളികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഒരുപാട് പ്രാവ്, പ്രാവ്, പ്രാവ് ഏറ്റവും കൂടുതൽ. അതെ, പ്രാവ്, കിളി, ഒരു കിളി പാട്ടുമൂളവേ, അതെ, മറുകിളി ഏറ്റു പാടുമോ, എല്ലാ അതുപോലെ മഴ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മഴയുണ്ട്. അപ്പൊ ഇതെല്ലാം കാലാന്തരത്തിൽ ചന്ദനം കളവം കുറച്ച് ഉണ്ട്. കൃഷ്ണന്റെ കാർവർണ്ണൻ അങ്ങനത്തെ. കരിമിഴി കുരുവി ഫെയിം ആയിട്ട് നമുക്ക് ദേവാനന്ദ് സുജാ ചേച്ചിയും കൂടി ഇരിക്കുമ്പം, ജേട്ടൻ നടുക്കിരിക്കുമ്പോൾ, കമൽ സാർ ഇരിക്കുമ്പം കരിമിഴി കുരുവി ഒരു 4 വരി കേട്ടിട്ടാണ് ഇനി മുന്നിലേക്ക് പോകുന്നതിൽ അർത്ഥമുള്ളൂ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. അതില് ഈ ഞാൻ അതിന് പരിഭവം സോങ് എന്നാണ് ഫുൾ, എല്ലാം കംപ്ലൈന്റ് അല്ലേ. അത് തന്നില്ല, ഇത് തന്നില്ല, കണ്ടില്ല, മാമുണ്ണാൻ, ആ വാക്കൊക്കെ നോക്കും. മാമുണ്ണാൻ വന്നില്ല ഏതെങ്കിലും പാട്ട് നമ്മൾ അത്രയും സിമ്പിൾ ആണ്. പക്ഷെ അതാണ് നേരെ ഹാർട്ടിലേക്ക് അങ്ങോട്ട് കേറും. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് കൊഞ്ചി പാടാൻ പറഞ്ഞു. അപ്പൊ ആ പാട്ടിൽ തുടങ്ങിയ കൊഞ്ചലാണ് ഞാൻ. പിന്നെ അത് പല പാട്ടിലും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ശാപമായിട്ടും തീർന്നു. ആൾക്കാർ എന്തിനാ ഇങ്ങനെ കൊഞ്ചനെ ചോദിച്ചു. പക്ഷെ ആ പാട്ടിനത് ആവശ്യമായിരുന്നു. അപ്പോ പാടാം നമുക്ക്. തീർച്ചയായിട്ടും. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കാവിൽ വന്നിലാരാ പൂരം കണ്ടീല, മായക്കൈ കൊട്ടും മേളവും കെട്ടീല. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. പെട്ടെന്ന് ഹുക്കിട്ട് വലിച്ച് നമ്മളൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു പാട്ടാണ്. ആ സിനിമയിലും ആ പാട്ട് തുടങ്ങുന്ന സ്ഥലം ഒരു ഗംഭീര സ്ഥലം. അവിടെ ചേച്ചിയുടെ ഒരു ഹമ്മിങ്ങും ഒക്കെ ആയിട്ട് വന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ കൊളുത്തിട്ട് പുറകോട്ട് പോയാൽ ഇത്രയും കൂടെ പുറകോട്ട് പോകുന്നൊരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പം ഈ ചാനൽ ഉൾപ്പെടെ നമ്മൾ ഇഷ്ടംപോലെ സാറ്റലൈറ്റ് ചാനലുകളുണ്ട്, ആൽബങ്ങളുണ്ട്. ഈ ആൽബത്തിന് കുറച്ച് നാളുകൾ മുമ്പ് ഒരു ലളിതഗാനം എന്ന് പേരുള്ള സമയം, ലളിതഗാനം എന്ന് തന്നെ എഴുതി കാണിക്കുകയും ലളിതഗാനങ്ങൾ പാട്ടുണ്ടാകുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോമ്പിനേഷനിൽ ദൂരദർശനിൽ മലയാളികൾ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതിൻ്റെ ഒരു ഗൃഹാതുരത വളരെ വലുതാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കോമ്പിനേഷനും ആ പാട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ? അപ്പൊ ജയൻ അപ്പൊ തൊട്ട് അറിയാലേ. അറിയാം. ഓക്കെ. ഇപ്പൊ ഗിരീഷേട്ടൻ എനിക്ക് തപാലില് അയച്ചു തന്ന 5 പാട്ടുകളാണ്. പോസ്റ്റിൽ അയച്ചു തന്ന 5 പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് ഇപ്പോഴും എനിക്ക് ഞാൻ പെട്ടെന്ന് കാണുന്നത് കേളി മുരളികയിൽ അനുരാഗ നാളി മുരളിക. പിന്നെ പൂത്തിരുവാതിര തിങ്കൾ പുണ്യനിലാവുള്ള രാത്രി, അത് കർണികാര തീരങ്ങൾ കഥകളിയുടെ ആ പാട്ട്. പിന്നെ പകൽ വാഴുമാദിത്യൻ, ഈ പാട്ടുകളെല്ലാം. പിന്നെ വേണുചേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, വലം ചുരുൾമുടി മാടിയൊതുക്കി. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ തപാലിൽ കിട്ടി അങ്ങനെ ഈണം ചെയ്ത പാട്ടുകളാണ്. അപ്പൊ അതൊക്കെ ഒരുപാട് പേടിച്ചാണ് ചെയ്തത്. കാരണം വരികൾ ആദ്യം വരുന്നത്, അത് എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം, അങ്ങനെ ഒരു തിട്ടമില്ലാത്തൊരു സമയത്താണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും ഇന്നും പല ആൾക്കാരും, പ്രത്യേകിച്ച് പൂത്തിരുവാതിര തിങ്കൾ ഒക്കെ ചിത്രചേച്ചിയായിട്ടുള്ള എൻ്റെ പാട്ടുകളിൽ എടുത്തു പറയുന്ന
പാട്ടാണ്. അതൊക്കെ ഗിരീഷേട്ടൻ എഴുതി അയച്ച പാട്ടുകളാണ്. അത് എങ്ങനെ പോസ്റ്റിൽ വരുന്നത്? അപ്പൊ ലിറിക്ക് വരുവുള്ളൂ. ട്യൂണിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഒന്നിച്ചിരിക്കുന്ന പരിപാടിയൊന്നും ഗിരീഷേട്ടൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ 5 പാട്ട് എഴുതിയെന്നാണ് പറഞ്ഞത്. പിന്നീട് പിന്നീട് ഓർമ്മയിലെന്നും